ആട് 3യുടെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോവുകയാണ്. അതൊരു വലിയൊരു ട്രെയിലർ ലോഞ്ചായിട്ട് അത് പുറത്തിറക്കാനാണ് അവരുടെ ഒരു പ്ലാൻ. ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബുവിനാണെങ്കിൽ 2 ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും ഈ ഒരു ട്രെയിലർ ലോഞ്ച് നടക്കുക എന്ന് പറഞ്ഞു. ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 26 അല്ലെങ്കിൽ മാർച്ച് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ട്രെയിലർ കാത്തിരുന്ന ആട് 3യുടെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാലമാണ്. 2 കാലഘട്ടം ഈ ഒരു സിനിമയിലാണെങ്കിൽ കാണിക്കുന്നുണ്ടെന്ന്. പാസ്റ്റും പ്രസൻറ്റുമായിട്ടുള്ള ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പാസ്റ്റൊക്കെ ഏത് ലെവലിലായിരിക്കും അവർ എടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണാനായിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ആ ഒരു ഫീലിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയിലാണെങ്കിൽ വിജയ് ബാബു ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആട് 2 അവരെങ്ങനെയാണോ നിർത്തിയിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ് ആട് 3 തുടങ്ങുന്നതെന്ന് ഉള്ളതാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. ഒരു പാസ്റ്റിലും എല്ലാവരും ഉണ്ട്. അവർ ആ ഒരു പോസ്റ്റേഴ്സൊക്കെ പുറത്തിറങ്ങിയതിനകത്ത് എല്ലാവരുടെയും ലുക്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ടും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുമാണ് ആ ഒരു പോർഷൻസിലൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു പോർഷനിൽ അതായത് പാസ്റ്റിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഷാജി പാപ്പനെയൊക്കെ ആണെങ്കിൽ പാസ്റ്റിൽ ഒരു രാജാവായിട്ടൊക്കെ ഒരു കാണിക്കുന്ന രീതിക്കാണ് നമുക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അപ്പം രാജാവിൻ്റെ കൂടെയുള്ള ആൾക്കാർ അതേപോലെ തന്നെ നമ്മുടെ ഒരു പാസ്റ്റ് അല്ല നോക്കുമ്പോൾ നമ്മുടെ ആട് സിനിമയ്ക്കകത്താണെങ്കിൽ ഷാജി പാപ്പൻ്റെ കൂടെയുള്ള ആൾക്കാർ വള്ളി പിടിക്കും. ആ വള്ളിയിൽ പാപ്പൻ്റെ പിള്ളേരാണെന്നും പറഞ്ഞ് പാപ്പനും ഇറങ്ങി പണി മേടിക്കുന്ന രീതിക്കത്തെ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള രീതിക്കാണ് ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡും പോയത്. അപ്പോൾ 3യിലോട്ട് വരുമ്പോഴും ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കുമോ പോകുന്നത് അതോ വേറെ ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു കഥയായിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ട് നിൽക്കുന്നത്. കുറേ തിയറിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ആടിൻ്റെ ഒരു രീതിക്കാണ് ആൾക്കാർ പറയുന്നത് കണക്ട് ചെയ്തിട്ടുള്ളൊരു പാസ്റ്റും പ്രസൻറ്റും പരിപാടി ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഒരു വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. ഈ ട്രെയിലർ ഇറങ്ങുമ്പോൾ കറക്റ്റ് നമുക്കറിയാൻ പറ്റും ഏത് രീതിക്കാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഏത് രീതിക്കുള്ളൊരു പടമായിരിക്കും എന്നുള്ളതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ തൂക്കാൻ കെൽപ്പുള്ള ഒരു ഐറ്റം തന്നെയാണ് ആടെന്ന് പറഞ്ഞ സിനിമ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു ക്ലാഷാണ് വരാൻ പോകുന്നത്. എങ്കിലും കേരളത്തിലുള്ള ആൾക്കാർ ആട് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതലും മുൻഗണന കൊടുക്കുക എന്നതും ഒരു പ്രതീക്ഷയുണ്ട്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ അതേപോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റോറി ഏത് രീതിക്കായിരിക്കും പാസ്റ്റും പ്രസൻറ്റും കണക്റ്റ് ചെയ്യുക എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.